ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭയുടെ രൂപീകരണം നടക്കുകയാണ്. യേശുമ്പുരാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം ഇവിടെ ഇതാ എല്ലാവരും കൂടെ ഒരുമിച്ച് സെഹ്യോൻ മാളികയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന കഴിക്കുകയാണ്. അവിടെ ഇസ്കറിയാത്തായൂദ ഒഴികെ, ഇസ്കറിയാത്തായൂദ തൂങ്ങി മരിച്ചു. ബാക്കി 11 ശിഷ്യന്മാർ, അതുപോലെ തന്നെ ദൈവമാതാവിൻ്റെ സഹോദരിയും ക്ലേപ്പാവിൻ്റെ ഭാര്യയുമായ മറിയ, മഗ്ദലക്കാരത്തി മറിയ, മറ്റ് സ്ത്രീകൾ, അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന മറ്റ് സഹോദരങ്ങൾ, അതുപോലെ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്ന മറ്റ് വിശ്വാസികൾ എല്ലാവരും കൂടി സെഹ്യോൻ മാളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും, ശിഷ്യന്മാരൊക്കെ ഭയചകിതരാണ്. കർത്താവിൻ്റെ ആ ക്രൂശുമരണത്തിന് ശേഷം അവരെല്ലാം ഭയചകിതരായിരുന്ന് ഇതാ ഉയർത്തെഴുന്നേൽപ്പും കണ്ട് അങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ അവരെല്ലാം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയം ഇതാ സെഹ്യോൻ മാളികയിൽ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ രൂപീകരണം നടക്കുകയാണ്. ആ സഭയുടെ രൂപീകരണത്തിന് ഇവിടെ ഇതാ മുഖ്യ സാക്ഷിയാകുന്ന, മുഖ്യ നേതൃത്വം നൽകുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. അവിടെ ഇത് നമുക്കറിയാം, സഭ എന്ന് പറയുന്നത്, സഭയുടെ തലയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു, ആ ശരീരമെന്ന് പറയുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, ആ സഭയിലെ ആ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ വിശ്വാസികളായ എല്ലാവരും കൂടെ ചേർന്നാണ് സഭ. അപ്പം യേശുവിൻ്റെ ശരീരമാകുന്ന ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ആ സഭയ്ക്ക്, ആ യേശുമ്പുരാൻ്റെ ഉടലാകുന്ന സഭയ്ക്ക്, യേശുമ്പുരാൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഇതാ രൂപം കൊടുക്കുന്നത്, അതിന് മുഖ്യ സാക്ഷിയാകുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. ഈ കന്യാമറിയത്തിലൂടെയാണ് സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇവിടെ ഇതാ എല്ലാവരും കൂടി സെഹ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ച് സഭയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ഇതാ ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സൃഷ്ടിക്കപ്പെടുന്നത്, ജനിക്കപ്പെടുന്നത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണ്, ദൈവമാതാവിലൂടെയാണ്. അപ്പോൾ എത്രമാത്രം ദൈവമാതാവിന് നമ്മുടെ സഭയിൽ സ്ഥാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ഇതാ ഈ സഭയുടെ ശിരസ്സാകുന്ന യേശു ക്രിസ്തു രൂപപ്പെടുന്നത് തന്നെ ഈ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലാണ്. അവിടെ രൂപപ്പെട്ടിട്ട് സഭയുടെ തലയാകുന്ന ക്രിസ്തു ഇവിടെ ഇതാ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്, അതിന് മുഖ്യ സാക്ഷിയാകുന്നതും പരിശുദ്ധ കന്യാമറിയമാണ്. അപ്പോൾ സഭയാകുന്ന ആ സഭയുടെ തലയാകുന്ന ക്രിസ്തു രൂപപ്പെടുന്നതും ജനിക്കുന്നതും, ആ ജനിക്കുന്നതിന് സാക്ഷിയാകുന്നതും, ആ സഭയുടെ തലയാകുന്ന ക്രിസ്തു ഈ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ജനിക്കപ്പെടുമ്പോൾ, രൂപപ്പെടുമ്പോൾ അതിന് സാക്ഷിയാകുന്നത് പരിശുദ്ധ കന്യാമറിയമാണെങ്കിൽ ഇവിടെ ഇതാ ആ സഭ, യേശുമ്പുരാൻ്റെ ശരീരമാകുന്ന സഭ രൂപീകൃതപ്പെടുമ്പോഴും, അത് ജനിക്കപ്പെടുമ്പോഴും, ആ രൂപീകൃതപ്പെടുമ്പോഴും, സൃഷ്ടിക്കപ്പെടുമ്പോഴും അവിടെയും ഈ പരിശുദ്ധ കന്യാമറിയാമിലൂടെയാണ്, പരിശുദ്ധ കന്യാമറിയമാണ് സാക്ഷിയും ആകുന്നത്. കന്യാമറിയമാണ് അവിടെ മുഖ്യ നേതൃത്വം നൽകുന്നത്. അപ്പോൾ എത്രമാത്രം സഭയിലെ പരിശുദ്ധ കന്യാമറിയാമിന് എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ അനേകം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളികളുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്ന സഭയുടെ പ്രതീകമാണ്. എല്ലാ സഭകളും ഈ പരിശുദ്ധ കന്യാമറിയാമിന് ഒരു മുഖ്യമായ സ്ഥാനം സഭയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാതാവിനെ ഓർക്കുന്നതും മാതാവിൻ്റെ മധ്യസ്ഥത അഭയം തേടുന്നതും. രണ്ടാമത് നമുക്കറിയാം, ഈ സഭയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥതയാണ്. കാരണം ഈ യഥാർത്ഥ കുരിശ് കാണുന്നത് പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. കാരണം നമുക്കറിയാം, ആ യേശുമ്പുരാനെ ഇസ്കറിയാത്തായൂദ ഒറ്റിക്കൊടുത്തു. അത് കഴിഞ്ഞ് യേശുമ്പുരാൻ കെട്ടപ്പെട്ടവനായി പിലാത്തോസിൻ്റെ അരമനയിലേക്ക് പോകുമ്പോഴൊക്കെയും എല്ലാവരും ഓടിപ്പോയി വീരവാദമടിച്ചു. ഞാൻ മരിച്ചാലും എൻ്റെ അവസാന തുള്ളി വരെ നിൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരും മറ്റെല്ലാവരും ചിതറി ഓടിയപ്പോൾ ഇവിടെ ഇതാ ആ ജനനം മുതൽ ആ മരണം വരെയും കൂടെ നിന്നത് പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. അവിടെ ആ ദേവാലയത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ശിമിയോൻ പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് പറയുന്നുണ്ട്. ആ വാൾ കിടക്കുമ്പോൾ ആ വാളും പേറിക്കൊണ്ടാണ് ആ യേശുമ്പുരാൻ്റെ അന്ത്യനിമിഷം വരെയും ഈ കുരിശിൻ ചുവട്ടിലോളം ഈ പരിശുദ്ധ കന്യാമറിയാം നിന്നത്. ആദ്യകാലങ്ങളിൽ ഈ എല്ലാ ഹൃദയത്തെ സംഗ്രഹിച്ചാലും ഒരു ഭയചകിതയായ നിമിഷങ്ങളുണ്ട്. യേശുമ്പുരാനെ ആ യേശുവിൻ ദേവാലയത്തിൽ കാണാതാകുമ്പോൾ വിഷമിച്ച് പോകുന്നുണ്ട്. അവിടെ വിഷമിച്ച് പോയി, എന്നോട് എന്താ ചെയ്തേ, നിൻ്റെ അപ്പനോടും എന്നോട് ഇത് എന്താ ചെയ്തേ മോനെ എന്ന് പറയുമ്പോൾ യേശുമ്പുരാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാം
ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അവിടെ മുതൽ ഒന്നും കൂടെ പക്വതയാർജിക്കുവാൻ എൻ്റെ പുത്രൻ, അതായത് ദൈവം അയച്ച പുത്രൻ ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്ന ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞ് അവൻ്റെ സഹനങ്ങളെല്ലാം കൂടെ നിന്നുകൊണ്ട് സാക്ഷിയായിക്കൊണ്ട് ഇതാ കുരിശിനോളം നിൽക്കുകയാണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ, യഥാർത്ഥ കുരിശിൻ്റെ ചുവട്ടിൽ കർത്താവ് ആ കുരിശിൻ ചുവട്ടിൽ താൻ സ്നേഹിച്ച ശിഷ്യനുണ്ട്, യോഹന്നാനുണ്ട്, ദൈവമാതാവുണ്ട്. ആ യോഹന്നാനെ കയ്യിൽ പിടിച്ചുകൊണ്ട്, യോഹന്നാനെ ധൈര്യപ്പെടുത്തുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. അവിടെ 3 സ്ത്രീകളെ, മറ്റു 2 സ്ത്രീകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ദൈവമാതാവിൻ്റെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയുമായ മറിയയും മഗ്ദലക്കാരത്തി മറിയമുണ്ട്. 4 പേരാണ് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത്. ദൈവമാതാവ് ഇതാ യോഹന്നാൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ധൈര്യപ്പെടുത്തി നിൽക്കുമ്പോൾ ഇതാ കർത്താവ് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുകയാണ്. ഇതാ സഭയുടെ പ്രതിനിധിയായ ആ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. സഭയുടെ പ്രതിനിധികളായ ആ സ്ത്രീകളെയും ഈ ആ യോഹന്നാനെയും ഈ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ ഈ മാതാവാണ് ഇവരെ ആ യഥാർത്ഥ കുരിശിലേക്ക് സഭയെ നയിക്കുന്നത് ഈ പരിശുദ്ധ കന്യാമറിയമാണ്. കാരണം മാതാവ് മാത്രമേ യഥാർത്ഥ കുരിശിനെ കാണുന്നുള്ളൂ. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച ഗോകുൽത്താ മലയിൽ ഉയർത്തപ്പെടുന്നത് ഒരു കുരിശ് മാത്രമല്ല, 3 കുരിശുകളാണ്. യേശുമ്പുരാൻ്റെ കുരിശിൻ്റെ ഒപ്പം തന്നെ ഇടതും വലതും 2 കള്ളന്മാരുടെ കുരിശുകൂടെ അവിടെ ഉയരുന്നുണ്ട്. കള്ളന്മാരുടെ കുരിശ് അത് പിറുപിറുപ്പിൻ്റെ കുരിശാണ്, അത് പാപത്തിൻ്റെ കുരിശാണ്. ആ കുരിശെന്ന് പറയുന്നത് അവർ ശിക്ഷ ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ശിക്ഷയാണ്, പാപം ചെയ്തിട്ട് കിട്ടിയ ശിക്ഷയാണ്, കുറ്റം ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ശിക്ഷയാണ്. എന്നാൽ യേശുമ്പുരാനോ പാപം ചെയ്യാത്ത കുഞ്ഞാട്, ആ കുഞ്ഞാട് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെത്താൻ ഇതാ പാപപരിഹാരമാവുകയാണ്, ബലിയാക്കപ്പെടുകയാണ്. ആ കുരിശെന്ന് പറയുന്ന ബലിപീഠമാണ്. അപ്പോൾ അവിടെ ആ യഥാർത്ഥ കുരിശിനെ കാണുന്നത് ഈ പരിശുദ്ധ കന്യാമറിയമാണ്. ആ കുരിശിൻ ചുവട്ടിലേക്ക് ധൈര്യപൂർവ്വം യോഹന്നാനെ കൈപിടിച്ച് നടത്തുന്നത് ഈ പരിശുദ്ധ കന്യാമറിയമാണ്. അപ്പോൾ യഥാർത്ഥ കുരിശിൽ നമ്മുടെ സഭയെ, നമ്മളൊക്കെ സഭയാണ്. ആ സഭയെ യഥാർത്ഥ കുരിശിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ 2 മരക്കഷ്ണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഒരു കുരിശാകും. അപ്പോൾ അങ്ങനെ ആർക്കും ഉണ്ടാക്കിയ ഒരു കുരിശുണ്ടാക്കി എവിടെയെങ്കിലും നാട്ടിയാൽ അത് കർത്താവിൻ്റെ കുരിശാണെന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ പാടില്ല. കാരണം നമ്മുടെ മാതാവിന് മാത്രമേ ആ യഥാർത്ഥ കുരിശ് അറിയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ കർത്താവിൻ്റെ കുരിശ് സ്നേഹത്തിൻ്റെ കുരിശാണ്. എല്ലാവരെയും ആ വിരിച്ച് പിടിച്ച 2 വശത്തേക്കും വിരിച്ച് പിടിച്ച കൈകൾ, ലംബമായ അതെന്ന് പറയുന്നത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പാക്കി ആ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന അതാണ് കുരിശ്, കർത്താവിൻ്റെ കുരിശ്. അതുപോലെ തന്നെ ഇരുവശത്തേക്ക് നീണ്ടിരിക്കുന്ന കൈകളെന്ന് പറയുന്നത് മനുഷ്യനെയും തമ്മിൽ നിരപ്പാക്കുകയും സ്നേഹിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന കുരിശാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കുരിശെന്ന് പറയുന്നത്, അത് കർത്താവിൻ്റെ കുരിശാണ്. മറ്റ് 2 കള്ളന്മാരുടെയും കുരിശ് പിറുപിറുപ്പിൻ്റെ കുരിശാണ്. അവിടെ യേശുമ്പുരാനെ നിന്ദിക്കുന്നുണ്ട്, മറ്റൊരാളെ അവസാന നിമിഷം അനുദപിച്ച് രക്ഷയിലേക്ക് വരുന്നുണ്ട്. അവ 2 കള്ളന്മാരുടെ കുരിശാണ്. അപ്പോൾ ഇവിടെ ഇതാ രക്ഷയുടെ കുരിശെന്ന് പറയുന്നത് ഈ നടുവിലെ കുരിശാണ്. ആ കുരിശ് കണ്ടത്, സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. ഈ കുരിശിലേക്കാണ് ആ രക്ഷയുടെ അനുഭവം നമ്മൾ തേടിപ്പോകുന്നത്. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഇതാ മോശ ഉയർത്തിയ ഒരു കുരിശുണ്ട്. ആ കുരിശിലേക്ക് പാപമാകുന്ന പാമ്പിൻ്റെ, സർപ്പത്തിൻ്റെ ദംശനമേറ്റവരെല്ലാം ആ കുരിശിലേക്ക് നോക്കി രക്ഷപ്പെട്ടെങ്കിൽ, ഇതാ ആ പാപം എല്ലാം അവർ ജീവിച്ചെങ്കിൽ, പാപം ചെയ്ത ഇസ്രായേലി ജനങ്ങൾ, ദൈവത്തിൻ്റെ ജനങ്ങൾ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് വേണ്ടി പാപപരിഹാരമായിട്ട് മരുഭൂമിയിൽ മോശ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തിയെങ്കിൽ, ആ കുരിശിലേക്ക് നോക്കി രക്ഷപ്പെട്ടെങ്കിൽ, ഇതാ യഥാർത്ഥ കുരിശിലേക്ക്, യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് നമ്മളെ നോക്കി രക്ഷപ്പെടുവാനായിട്ട്, നമ്മൾ പാപം ചെയ്തെങ്കിൽ നമ്മുടെ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കുന്ന, എത്ര കടും ചുവപ്പായാലും അത് ഹിമപോലെ വെളുപ്പിക്കുന്ന, നമ്മളെ പാപവിമോചനമാക്കുന്ന നമ്മുടെ കർത്താവിലേക്ക് നയിക്കുന്നത് ഈ പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ആരെങ്കിലും 2 മരക്കഷ്ണങ്ങൾ ഉണ്ടാക്കി ഒരു കുരിശാണെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ കുരിശാണെന്ന് നമ്മൾ പോയാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, നമ്മൾ പാപത്തിലേക്ക് വീണ്ടും വീഴുകയാണെന്ന് ഓർത്തോണം. അത് നമ്മെ തെറ്റിക്കാനുള്ള കുരിശാണ്. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഇടുക്കിയിൽ പാപ്പാത്തിച്ചോല എന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു തർക്കഭൂമിയിൽ ഒരു രാത്രി കൊണ്ട് ആരോ കുബുദ്ധികൾ 2 മരക്കഷ്ണം ഇങ്ങനെ ഉണ്ടാക്കി ഒരു കുരിശ് അവിടെ നാട്ടി. അത് കർത്താവിൻ്റെ കുരിശാണെന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ അവിടെ മതങ്ങൾ തമ്മിൽ അടിയുണ്ടായി, രാഷ്ട്രീയക്കാർ തമ്മിൽ അടിയുണ്ടായി, മതവും രാഷ്ട്രീയവും തമ്മിൽ അടിയുണ്ടായി, ആൾക്കാരെ ഭിന്നിപ്പിച്ചു. അവിടെ
വടിയും വാളുമായി വെല്ലുവിളിക്കുകയാണ്, കൊല്ലും കൊലയ്ക്കും വെല്ലുവിളിക്കുകയാണ്. അതാണ് കള്ളൻ്റെ കുരിശ്. അത് കള്ളൻ്റെ കുരിശായിരുന്നു. അതുകൊണ്ട് ഏത് കുരിശും അത് കർത്താവിൻ്റെ കുരിശാണെന്നും പറഞ്ഞ് നമ്മൾ പോയാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അപ്പോൾ യഥാർത്ഥ കുരിശിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്, യഥാർത്ഥ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ കുരിശിലേക്ക് നോക്കിയത്, ഇതാ സഭയാകുന്ന അമ്മയെ ആ സഭയുടെ പ്രതിനിധിയായ യോഹന്നാനെ ഏൽപ്പിക്കുകയും ആ സഭയുടെ പ്രതിനിധി ഈ സഭയോട് ചേരുകയും ചെയ്യുന്നത് യഥാർത്ഥ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള കുരിശ് സ്നേഹത്തിൻ്റെ കുരിശാണ്. 2025 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇതാ മാതാവിൻ്റെ നാമത്തിലുള്ള കുരിശ്, ആ മാതാവ് എല്ലാവരെയും കുരിശിലേക്ക് നയിക്കുകയാണ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. എൻ്റെ ഇടവപ്പള്ളിക്കുമുണ്ട് ഒരു കുരിശടി, മാതാവിൻ്റെ നാമത്തിലുള്ള കുരിശടി. അത് കോന്നി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ കുരിശടി എന്ന് പറയുന്നത് കിഴക്ക് ഉള്ള സ്ഥലങ്ങളിൽ, അതായത് കിഴക്കൻ മേഖലയിൽ ഇതാ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുരിശടിയുണ്ട്. ആ കുരിശിൽ അനേകരാണ് വന്ന് അനുഗ്രഹം തേടുന്നത്. ജാതിപത ഭേദമന്യേ, സഭാഭേദമന്യേ, സമുദായ ഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരും വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മാതാവിൻ്റെ പെരുന്നാൾ കാലങ്ങളിൽ അനേകർ ജാതിപതഭേദമന്യേ അങ്ങനെ ഒഴുകുക എന്ന് പറയുന്നത് ഇടതടവില്ലാതെ ആൾക്കാർ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്, അവിടെ അനുഗ്രഹം തേടുകയാണ്. കാരണം ഇന്നും ആ കുരിശ് ജാതിപതഭേദമന്യേ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ്. ജാതിപതഭേദമന്യേ, സമുദായഭേദമന്യേ, സഭാഭേദമന്യേ എല്ലാവരും ഒന്നിപ്പിക്കുന്നതാണ് കുരിശ്. സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്, സഹനത്തിൻ്റെ അടയാളമാണ് കുരിശ്, ക്ഷമിക്കുന്നതിൻ്റെ അടയാളമാണ് കുരിശ്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥത എന്നും നമുക്ക് കോട്ടയായിട്ടാണ്. കാരണം ആ മാതാവാണ് നമ്മളെ യഥാർത്ഥ കുരിശിലേക്ക് നയിക്കുന്നത്. കാരണം കള്ളന്മാരുടെ കുരിശിലേക്ക് നയിക്കാതെ എവിടെയെങ്കിലും 2 മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച ഒരു കുരിശാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മെ യഥാർത്ഥ കുരിശിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, യേശുമ്പുരാൻ്റെ കുരിശിലേക്ക്, യേശുവിലേക്ക് നയിക്കുന്നത് നമ്മുടെ സഭയെ ആകുന്ന നാം ഓരോരുത്തരെയും, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ആ ശരീരങ്ങളെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ആ സഭയെ ഇതാ ക്രിസ്തുവിൻ്റെ തലയോളം, ക്രിസ്തുവിനോളം നമ്മളെ ചേർത്തുന്നത്, ക്രിസ്തുവിനോളം എത്തിക്കുന്നത് ഈ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ. ആ മധ്യസ്ഥതയാണ് യഥാർത്ഥ കുരിശിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, സഭയെ നമ്മളെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ കന്യാമറിയാം മധ്യസ്ഥയാണെന്ന ബോധ്യത്തോടെ ആ പരിശുദ്ധ കന്യാമറിയാമിൻ മധ്യസ്ഥനെ അഭയം പ്രാപിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.